ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ടിപ്പിക്കലി നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കഴിക്കുന്നു എന്ന് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ 2 ആഴ്ചയായിട്ട് കുറച്ച് കൺട്രോളിലാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ വെയിറ്റ് എപ്പോഴോ അമിതമായി കൂടുന്നു എന്നൊരു റിയലൈസേഷൻ വന്നപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ ദോശ, ഇഡലി അങ്ങനെയൊന്നും സംഭവമൊന്നും ചിലപ്പം കാണാൻ പറ്റില്ല. കാരണം എനിക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മളിത് പോകുന്നത്. അതായത് ഇപ്പോൾ രാവിലെ എനിക്ക് വളരെ വിശക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്കായിരിക്കും മോസ്റ്റ്ലി വിശക്കുന്നത്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ജീരകവും ഉലുവയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ വെറും വയറ്റിൽ കുടിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ചായയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുടിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഇത് വയറിന് നല്ലതാണ്. പിന്നെ നമ്മുടെ പീരീഡ് സൈക്കിളൊക്കെ റെഗുലർ ആക്കാനും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ഇത് സ്ഥിരമായിട്ട് ഇതാണ് രാവിലെ കുടിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഒരു 9 മണിയോടെ ഒക്കെ ആയപ്പോൾ നമ്മളൊരു താറാമുട്ടയും കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് കഴിച്ചു. ഇത് കുരുമുളകും ഉപ്പും ഇല്ലാതെ ഒരു മുട്ട ഇങ്ങനെ പുഴുങ്ങി കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രോബെറിയും കുറച്ച് മൽബറിയും നമ്മൾ ലുലു പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുകയാണ്. ഇതിങ്ങനെ വെളിയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതേ മെയിനായിട്ട് അന്ന് വെയിലില്ലായിരുന്നു, നല്ലൊരു മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഒരു ഇരുണ്ടൊരു അന്തരീക്ഷമായിരുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യമായിട്ട് വിസ്തരിച്ചിരുന്ന് വെളിയിലിരുന്നൊക്കെ ഇത് ആസ്വദിച്ച് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. തലശ്ശേരി സ്റ്റൈലായിരുന്നു. ഇത് ഞാൻ കണ്ണൂർസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനൽ നോക്കിയാണ് ഇത് ഉണ്ടാക്കിയത്. അവരുടെ റെസിപ്പീസ് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ക കറക്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് ഇതുണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുണ്ടാക്കുന്ന മട്ടും പാവൊക്കെ കണ്ടപ്പം വീട്ടുകാർ വിചാരിച്ച് ഇവളിത് കുളമാക്കും എന്നാണ്. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇത് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമായിരുന്നു. സോ അതായിരുന്നു കഴിച്ചത്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നതേ മാംഗോസാണ്. സോ ഇതും ഇങ്ങനെ ആസ്വദിച്ച് നല്ല സമയമെടുത്ത് തന്നെ ഞാൻ കഴിച്ചു, കാരണം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ അല്ലെങ്കിൽ. അത് കഴിഞ്ഞ് നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടീ ടൈമാണ്, ഒരു 5:30 ആയി കാണും. അപ്പോഴാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ചായയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചായ ഒരു വീക്ക്നെസ്സാണ്. ഒരു നേരമെങ്കിലും ചായ കുടിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പയ്യെ ആ ശീലം മാറ്റാം. അത് കഴിഞ്ഞ് ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ ദോശയാണ് കഴിക്കുന്നത്. ഡിന്നറാണ്, ദോശയും സാമ്പാറുമാണ് ഡിന്നർ. അത് ഓരോ ദിവസവും ഓരോന്നാവും. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഈ കുക്കുമ്പറും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടതും കൂടെ കഴിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ കിച്ചൺ ക്ലോസ്ഡ് ആണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.